പ്രിയമുള്ളവരെ, ഔസേപ്പിതാവിന്റെ മാസം കൂടിയാണ് മാർച്ച് മാസം. മാർച്ച് മാസം തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയാണ് ഔസേപ്പിതാവിനെ കുറിച്ചുള്ളത്. ഔസേപ്പിതാവുമായിട്ടുള്ള ഒരു ആത്മീയമായ ജീവിതത്തിൽ ഔസേപ്പിതാവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഗതിയാണ്. ഞാൻ ഒരുപാട് അരക്ഷിതമാകുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, ഒരു സപ്പോർട്ട് ഇല്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, ഞാൻ എന്നെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു അപ്പൻ്റെ കരുതലിനും സ്നേഹത്തിനും വേണ്ടി, ഒരു തുണയ്ക്ക് വേണ്ടി നീ ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ കൗൺസിലിംഗ് നടത്തിയ ആൾ പറഞ്ഞെടുത്തു നിന്നുമാണ് എനിക്ക് ഔസേപ്പിതാവിൻ്റെ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയും അവിടെ 2-3 മാസം ഒറ്റയ്ക്ക് താമസിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സ്ത്രീ എന്തുമാത്രം അരക്ഷതയാണ്. ഒരു സ്ത്രീ താമസിക്കുമ്പോൾ എന്തൊക്കെ സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലായപ്പോൾ അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഔസേപ്പിതാവിനോടാണ്. ഔസേപ്പിതാവിൻ്റെ ഒരു ചെറിയ രൂപമൊക്കെ വീട്ടിൽ മേടിച്ചു വെച്ചു. എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഒരു അപ്പൻ്റെ കരുതൽ ഔസേപ്പിതാവിലൂടെ ലഭിക്കുന്നതായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ, എന്തോ ഒരു ധൈര്യം ഔസേപ്പിതാവിൻ്റെ സാന്നിധ്യം നമുക്ക് തരുന്നത് പോലെ അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഔസേപ്പിതാവിനെ കുറിച്ച് സംസാരിക്കാറുള്ളൂ, അല്ലേ? നാളെ വുമൻസ് ഡേ ആയിട്ട് ലോകം ആഘോഷിക്കുകയാണ്. വുമൻസ് ഡേ സമയത്ത് നമ്മളൊരു പുരുഷനെ കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്, ഔസേപ്പിതാവിനെ കുറിച്ചും. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇല്ലാത്ത അവയർനെസ് എന്ന് പറയുന്നത്, ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പുരുഷൻ അറിയുന്നില്ല. ഔസേപ്പിതാവ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ കാണിച്ചു തന്നിട്ടുണ്ട്. ഔസേപ്പിതാവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല എന്നത് നമ്മുടെ പോരായ്മയാണ്. മറിച്ച് ഔസേപ്പിതാവിനും രക്ഷാകര പദ്ധതിയിൽ കൃത്യമായ പങ്കുണ്ട്. ഔസേപ്പിതാവില്ലായിരുന്നുവെങ്കിൽ ഈ രക്ഷാകര പദ്ധതി പ്രതികൂലമായി ബാധിക്കപ്പെട്ടനെ. വിവാഹിതയാകാതെ അമ്മയായ ഒരു സ്ത്രീയോട് സമൂഹത്തിന് എങ്ങനെ വേണമെങ്കിലും പെരുമാറാമായിരുന്നു. പക്ഷെ ഔസേപ്പിതാവ് അവിടെ നിലനിന്നത് കൊണ്ടാണ് സമൂഹത്തെ നിശബ്ദമാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് രക്ഷാകര പദ്ധതി പൂർത്തിയാകാനായിട്ട് സാധിച്ചത്. സോ ഔസേപ്പിതാവ് എന്താണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ചെയ്തത്? അമ്മയുടെ രക്ഷാകര പദ്ധതിയിലേക്ക് കൈകടത്തുകയോ, അമ്മയോട് ഞാനാണ് നിന്നെ ലീഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാനാണ് ഈ കുടുംബത്തിന്റെ നാഥൻ, അല്ലെങ്കിൽ ഞാനാണ് ഈ പദ്ധതിയെ ലീഡ് ചെയ്യാൻ പോകുന്നത്, നീ എന്നോട് മാലാഖ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, നീ എന്നോട് സഹകരിച്ചാൽ മതി, അങ്ങനെയൊന്നും ഒരു കാലഘട്ടത്തിലും മറിയത്തിന്റെ രക്ഷാകര പദ്ധതിയെ ചോദ്യം ചെയ്യുകയോ അതിനകത്ത് തൻ്റെ ഒരു ആധിപത്യം കൊണ്ടുവരാൻ ശ്രമിക്കുകയോ, പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്ന അന്നത്തെ കാലത്ത് പോലും സ്ത്രീയെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് മറിയത്തിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ മാത്രം മറിയത്തോട് ബിഹേവ് ചെയ്ത ഒരാളാണ് ഔസേപ്പിതാവ്. ഔസേപ്പിതാവ് ഒരിക്കലും മറിയത്തിനെ വേദനിപ്പിക്കാനോ ഡിസ്റെസ്പെക്ട് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല. അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ പോലും നിശബ്ദമായിട്ട് ഉപേക്ഷിക്കാം എന്നാണ് തീരുമാനിച്ചത്. അവൾക്കൊരു പ്രശ്നവും അപ്പോഴും സമൂഹത്തിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഔസേപ്പിതാവ് വിചാരിച്ചത്. അത് ഒരു നല്ല നീതിമാനായ മനുഷ്യന്റെ ലക്ഷണമാണ്. ആരെയും അദ്ദേഹം മുറിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അബ്യൂസീവ് അല്ല, മാനസികമായുമല്ല, വൈകാരികമായുമല്ല, ശാരീരികമായുമല്ല. ഒരു അബ്യൂസീവായ ഒരു പാർട്ട്ണർ ആകാതിരിക്കണം. ഏതൊരർത്ഥത്തിലും, അത് സ്ത്രീ ആണെങ്കിലും ശരി, പുരുഷനാണെങ്കിലും ശരി, മാനസികമായോ വൈകാരികമായോ അവളൊരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ പുരുഷൻ തൻ്റെ ഭയങ്ങളെ കുറിച്ച് പറയുമ്പോഴോ, ഇപ്പോൾ പുരുഷന്മാർക്ക് തന്നെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഒരു സ്ട്രഗിളിനെ കുറിച്ച് പറയുമ്പോഴോ ഒക്കെ അയാളെ പരിഹസിക്കുന്ന, അയാളുടെ കുറവാക്കി പറയുന്ന, അയാളെ അബ്യൂസ് ചെയ്യുന്ന, അയാളെ കൂടുതൽ മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കരുത് എന്ന് ഔസേപ്പിതാവിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും മറിയം എന്ന സ്ത്രീ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ പുരുഷനാണ് വലുത്, സ്ത്രീ അല്ല എന്നുള്ള കാഴ്ചപ്പാടുകളൊന്നുമില്ലാതെ അതുവരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് പലരും പറയും അതിനുശേഷം അവരറിഞ്ഞു, ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചു. അങ്ങനെയല്ല. മറിയം എന്ന സ്ത്രീയുടെ മൂല്യം, ഇത്ര വലിയ ഒരു കാര്യത്തിന് അവളെ ദൈവം തിരഞ്ഞെടുത്തു, ആ കാര്യം ഇവിടെ പുൽത്തൊഴുത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ള ആ തിരിച്ചറിവ് ഔസേപ്പിതാവിന് മറിയത്തിന്റെ വില മനസ്സിലാക്കി കൊടുക്കണം. അവൾ എത്രത്തോളം മഹത്വമുള്ളവളായിട്ട് വേണം ദൈവം അവളെ തെരഞ്ഞെടുക്കാൻ എന്നൊരു ബോധ്യത്തിലേക്ക് ഔസേപ്പിതാവ് എത്തുകയാണ്. ആ ഒരു തിരിച്ചറിവിനെയാണ് അതുവരെ അവൾ അറിഞ്ഞില്ല, ആ നിമിഷം അറിഞ്ഞു എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുരുഷന്മാർ എപ്പോഴും മറ്റൊരു പ്രൊട്ടക്റ്റ് ചെയ്യണം, നമ്മളാണ് ഇവരെ സംരക്ഷിക്കേണ്ടത്, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് അവരുടെ ബ്രെയിൻ സ്ട്രാറ്റജി, അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനുമുപരിയായിട്ട്, അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് സ്ത്രീയുടെ, അവൾ എന്നേക്കാൾ മൂല്യമുള്ള, അല്ലെങ്കിൽ അവൾക്ക് വലിയ ഒരു വിളിയുണ്ട്, അല്ലെങ്കിൽ അവൾ വലിയൊരു കാര്യത്തിന്റെ ഭാഗമാണ്, അവൾ സാധാരണ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറഞ്ഞാൽ
അവൾക്ക് കഴിവുകളുണ്ട്, അവൾക്ക് പലതും ചെയ്യാൻ സാധിക്കും, അവൾ വളരെ ശക്തയാണ്, അവളൊരു ഇൻഡിപെൻഡൻറ്റ് വുമൺ ആണ്, അവൾ സ്ട്രോങ് ആണ്, അവൾക്ക് ചെയ്യേണ്ട ഇപ്പോൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, ബിൽഡിങ്ങുകൾ പണിയുന്ന സ്ത്രീകളുണ്ട്, പല തൊഴിലിൽ ഏർപ്പെടുന്ന സ്ത്രീകളുണ്ട്. സോ അവളുടെ കപ്പാസിറ്റികളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണം എന്നുള്ളത് ഔസേപിതാവിൻ്റെ നിഴലിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യമാണ്. സ്ത്രീ ഭയപ്പെട്ടിരിക്കണം, അപ്പം നമ്മൾ പോയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം, അങ്ങനെ ഒരു മാൻഹുഡിനെ കുറിച്ചൊന്നും ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകൾ ധൈര്യമുള്ളവരായിരിക്കണം, അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പഠിക്കണം. എങ്കിൽ മാത്രം ഇന്നത്തെ കാലത്ത് നിലനിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി മറിയത്തിന് ഔസേപിതാവ് ഉണ്ടായതുകൊണ്ട് മാത്രം വളരെ റിലാക്സായി വളരെ ശാന്തമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിച്ചു. പ്രഗ്നൻ്റ് ആകാൻ ആ സമയത്ത് അമ്മ പറഞ്ഞുവെങ്കിലും അതിന് അപ്പുറത്തേക്കുള്ള യാതൊരു കാര്യങ്ങളെയും കുറിച്ചല്ല, വിശ്വാസം കൊണ്ടാണ് അമ്മ ആ കാര്യത്തെ ഏറ്റെടുക്കുന്നത്. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം തന്നെ ഒരു കാര്യങ്ങളൊക്കെ ഒരുക്കും എന്നൊരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസം മാത്രം നമ്മുടെ ജീവിതത്തിൽ കൈമുതലായിട്ടുണ്ടാകുന്ന സമയങ്ങളുണ്ടാകും. വരും വരായകളൊക്കെ നമ്മൾ ആ സമയത്ത് നമുക്കറിയില്ല ഇതിന് എന്തൊക്കെ ഉണ്ടാകും എന്തൊക്കെ ഉണ്ടാവില്ല എന്ന്. ചില സാഹചര്യങ്ങളിൽ സ്ത്രീകളുടെ ജീവിതത്തിൽ പല എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെത്രയൊക്കെ ശക്തരാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും തണലായിട്ട് താങ്ങായിട്ട് ഒരാളുണ്ട് എന്നത് തന്നെ സാരമില്ല, അദ്ദേഹം അവിടെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിലേക്ക് സ്ത്രീക്ക് വളരെയധികം കോൺഫിഡൻസിലേക്ക് ആത്മവിശ്വാസത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ഒരു ധൈര്യമായിരുന്നു ഔസേപിതാവ്. ഒരു പാർട്ട്ണർ അങ്ങനെ ആയിരിക്കണം. ഒരു ഔസേപിതാവ് ഒരു പുരുഷൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇത് ഇഷ്ടമാകുമോ, അദ്ദേഹത്തിന് ഈഗോ അദ്ദേഹത്തെക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെതായ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു പ്രശ്നമാകുമോ, അങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന തൻ്റെ ഇമോഷനുകളെ എക്സ്പ്രസ് ചെയ്യാൻ ഭയം തോന്നിക്കുന്ന ഒരു സ്ത്രീ ആകരുത് ഒരു ദാമ്പത്യത്തിലെ ഒരു സ്ത്രീ. ഔസേപിതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് സമൂഹത്തിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളെ പോലും മറിയം ധൈര്യത്തോടെ നേരിടുകയാണ്. ഇത്ര നേരത്തെ പ്രഗ്നൻ്റായി കാണപ്പെട്ടാലും ഒരു പുരുഷൻ അവിടെ ഉള്ളത് കൊണ്ട് സ്വന്തം ഭാര്യയെക്കുറിച്ച് ആദ്യം കൂടെ നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പുരുഷനാണ്, ഭർത്താവാണ്. ഭർത്താവ് അവിടെ ഉള്ളിടത്തോളം സമൂഹത്തിന് അവളെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഔസേപിതാവിനില്ലാത്ത പരാതിയൊന്നും നാട്ടുകാർക്കുണ്ടാവേണ്ട കാര്യമില്ല അല്ലേ. സോ ഒരു സ്ത്രീയുടെ ശാരീരികമായ വൈകാരികമായ അവളുടെ മനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവൾക്ക് അവിടെ ചിലപ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാവില്ല. അതായത് സ്ത്രീകൾ ചിന്തിക്കുന്ന എല്ലാ കാര്യവും മറ്റൊരു സ്ത്രീക്ക് തന്നെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം അത്രയും സങ്കീർണമായ ചിന്താമണ്ഡലമാണ് സ്ത്രീക്കുള്ളത്. അപ്പോൾ പുരുഷനെല്ലാം മനസ്സിലാക്കണ്ട. ജസ്റ്റ് സേ ദാറ്റ് ഞാൻ അവിടെ ഉണ്ട്, നീ നിൻ്റെതായ കാര്യങ്ങളിലേക്ക് കടക്കുക, നീ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക. പക്ഷെ എന്തെങ്കിലും ഒരു ട്രബിൾ വന്നാൽ, എന്തെങ്കിലും ഒരു തളർച്ച തോന്നിയാൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരാളായിട്ട് മാറിയ ഔസേപിതാവ് ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്ക് വളരെ നല്ല ഒരു മാതൃകയായിട്ട് ഏറ്റെടുക്കാൻ സാധിക്കും. ന്യൂ ജനറേഷനായി, പഴയ തലമുറയല്ല, ന്യൂ ജനറേഷനായി കുട്ടികൾ വരുന്നു, രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആകുന്നു, രണ്ടുപേരും ഒന്നിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു, രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ ഒരു സ്പേസ് ഉണ്ട്. ഇതൊക്കെയും ഔസേപിതാവിൻ്റെ ഔസേപിതാവ് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽ സ്പേസിന് വേണ്ടിയുള്ള ഒരു തർക്കം ദാമ്പത്യത്തിനിടയിൽ വരാറുണ്ട്. ഭാര്യയ്ക്ക് ഭാര്യയുടേതായ ഒരിടം, ഭർത്താവിൻ്റെതായ ഒരിടം, അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വൽ ലൈഫ്. ഒരു ഭാര്യ മാത്രമാണ് ജീവിക്കാതെ ഞാനെന്ന വ്യക്തി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ജീവിതത്തിലും കൂടെ പ്രാധാന്യം നൽകുക. പരിശുദ്ധ അമ്മയ്ക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എലിസബത്തിനെ സന്ദർശിക്കാൻ പോകണമായിരുന്നു, യേശുക്രിസ്തു പറഞ്ഞ രക്ഷാകര പദ്ധതിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ സംഭവിക്കണമായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിപരമായ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു യാത്രയുണ്ടായിരുന്നു. ആ യാത്രയ്ക്ക് യാതൊരു തടസ്സവും ഔസേപിതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ദൈവം കൊണ്ടുവന്ന രക്ഷാകര പദ്ധതിയിൽ ഔസേപിതാവിന് മറിയത്തിന് താങ്ങാകാനും തണലാകാനും യേശുക്രിസ്തുവിൻ്റെ വളർച്ചയിൽ ഔസേപിതാവിന് പങ്കുവഹിക്കാനും അല്ലെങ്കിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഔസേപിതാവിൻ്റെ ഒരു യാത്രയുണ്ടായിരുന്നു. ആ യാത്രയിലും മറിയവും ഔസേപിതാവിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഇടപെടുന്ന പോലെയോ നമുക്ക് കാണാൻ സാധിക്കില്ല. യേശുവിനെ കാണാതായ സമയത്ത് രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്താത്തതായിട്ട് നിങ്ങൾക്ക് കാണാം. കാരണം ഒരു തരം അണ്ടർസ്റ്റാൻഡിങ് ആണത്. കാരണം ഒരിക്കലും ഔസേപിതാവിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരില്ല എന്നുള്ളൊരു വിശ്വാസം മനസ്സിലാക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ മറിയം അറിഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കാണാതാക്കുന്ന ഒരാളല്ല. എന്തെങ്കിലും ഒന്നുണ്ടാകുമ്പോൾ നീ എന്തുകൊണ്ട് കുഞ്ഞിനെ നോക്കിയില്ല, നീ എന്തുകൊണ്ട് കുഞ്ഞിനെ സംരക്ഷിച്ചില്ല എന്നൊരു ചോദ്യം ചോദിക്കാതെ പരസ്പരം മനസ്സിലാക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണ് മറിയവും ഔസേപിതാവും ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണ് വേണ്ടത്. നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അവരും ഇവരും എന്തെങ്കിലുമൊക്കെ ഇവരെക്കുറിച്ച് പറയുമ്പോൾ അല്ല അങ്ങനെ ഒരു തെറ്റ് അയാൾ ചെയ്യില്ല, അങ്ങനെ മോശമൊന്നും ആകാൻ പറ്റുന്ന ഒരാളല്ല. പിന്നെ സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ അവൾക്കെതിരെ സംസാരിക്കുന്ന സമൂഹത്തിൻ്റെ ചില ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ
പെട്ടെന്ന് എന്തെങ്കിലും ഒരു അഹങ്കാരിയായിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളെ സ്വഭാവദോഷമുള്ളവരായിട്ടോ പല സാഹചര്യങ്ങളല്ലേ ഓരോ മനുഷ്യനും അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഈ പാർട്ട്ണറിന്റെ നിലപാടുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതിന് നിങ്ങൾ അവളെ അറിഞ്ഞിരിക്കണം, നിങ്ങൾ ആ പാർട്ട്ണർ അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ അപ്പുറത്തും അങ്ങനെ തന്നെയാണ്. ഔസേപ്പിതാവിനെ കുറിച്ച് മറിയത്തിനും അറിയാമായിരുന്നു. എൻ്റെ പങ്കാളി എങ്ങനെയുള്ള ആളാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ പറയുന്നതൊന്നും എന്നെ ബാധിക്കാറില്ല. ഈ ദാമ്പത്യം ഒരു രഹസ്യമാണ്, അത് മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. ഇപ്പം അടുക്കളയിൽ പണിയെടുക്കുന്ന ഒരു ഭർത്താവിനെ കണ്ടിട്ട് അയൽപ്പക്കത്ത് ഒരു ചേച്ചി വന്നാൽ ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്തും. പക്ഷെ നമുക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഭാര്യയ്ക്കും ഭർത്താവിനെ അറിയാം. മൂന്നാമതൊരാൾ അവിടെ കയറി അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണങ്ങൾ ശരിയായിരിക്കും ഒന്നും ചെയ്യണം. ദാമ്പത്യം വലിയ ഒരു നിഗൂഢ രഹസ്യമാണ്. അതിൽ അവർ വഴക്കുണ്ടാക്കും, സ്നേഹിക്കും, പിണങ്ങും, പിന്നെയും വിഷമിക്കും, അങ്ങനെ പലതും സംഭവിക്കും. പക്ഷെ അടിസ്ഥാനപരമായി ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹം, അതിന് നമ്മളിടുന്ന എഫേർട്ടാണ് ഈ ഒരു ദാമ്പത്യത്തിന്റെ യാത്രയെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്നത്. മറിയത്തിന്റെ മൂല്യം മനസ്സിലാക്കിയപ്പോൾ ദൈവിക രക്ഷാകര പദ്ധതിയിൽ അവസാന സമയം വരെയും താൻ ഉണ്ടാകണമെന്നുള്ള ഔസേപ്പിതാവിന്റെ തീരുമാനമാണ് പിന്നീട് അങ്ങോട്ട് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ അപ്പനാക്കിയതും എല്ലാ യാത്രയിലും മറിയത്തോടൊപ്പം താൻ താങ്ങാൻ നിന്നതും. ആ ഒരു താൻ കുറഞ്ഞ ആളാകുമോ എന്നുള്ള ചിന്തയല്ല, എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ നന്നായി ചെയ്യുന്നു, മനുഷ്യരെന്നെ ചിന്തിക്കുന്ന രീതിയല്ല, അല്ലെങ്കിൽ ഗർഭിണിയായി കാണപ്പെട്ട ഒരു സ്ത്രീ, അതിനെക്കുറിച്ചൊന്നുമല്ല ഔസേപ്പിതാവ്. ഒരു കാലഘട്ടത്തിലും ഔസേപ്പിതാവ് സംശയിക്കുന്നില്ല, ദൈവിക പദ്ധതിയെയും സംശയിക്കുന്നില്ല. അതായത് നിങ്ങൾ ദാമ്പത്യത്തെയും സംശയിക്കരുത്, മറിയത്തെയും സംശയിക്കുന്നില്ല, അതായത് നിങ്ങൾ പാർട്ട്ണറെയും സംശയിക്കരുത്. നിങ്ങളൊരു ആരോഗ്യകരമായ ഒരു ദാമ്പത്യത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് പലതും പലപ്പോഴും മനസ്സിലാകുന്നില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം, ആ വ്യക്തിയിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. പലപ്പോഴും ഔസേപ്പിതാവിന് പലതും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ രാജാവ് ക്രിസ്തുവാണ് വയറ്റിൽ ഉണ്ണിയായിട്ട് ജനിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടും ഒരു പുൽത്തൊഴുത്ത് എവിടെയും താമസിക്കാൻ സ്ഥലം കിട്ടുന്നില്ല. ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഒരു കൊട്ടാരത്തിലൊക്കെ ജനിക്കേണ്ടതല്ലേ, പുൽത്തൊഴുത്തിൽ ജനിച്ചിട്ട് ഔസേപ്പിതാവ് ഒന്നും പരാതി പറയുന്നില്ല. ഔസേപ്പിതാവിന് പലതും മനസ്സിലാകുന്നില്ല, പക്ഷെ ഒന്നിനെ കുറിച്ചും ചോദ്യം ചെയ്യുന്നില്ല. കാരണം ഇതൊരു ഏൽപ്പിക്കപ്പെട്ട കടമയാണ്, ഞാനത് നന്നായി ചെയ്യുന്നു, അതിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൽ യാതൊരു പരാതിയുമില്ല, യാതൊരു തർക്കങ്ങളുമില്ല, ഞാനത് ഏറ്റെടുക്കുന്നു. നിങ്ങൾക്കൊരു സ്ത്രീയെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ എല്ലാ സ്വഭാവ സവിശേഷതകളോടും കൂടെ നിങ്ങൾ അവളെ സ്വീകരിക്കണം. ഈ ലോകത്തെക്കുറിച്ചുള്ള സ്ത്രീയുടെയും പുരുഷന്മാരുടെയും കാഴ്ചപ്പാടുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സ്ത്രീ ചിന്തിക്കുന്ന പോലെ അല്ല പുരുഷന്മാർ ചിന്തിക്കുന്നത്, പുരുഷന്മാർ ചിന്തിക്കുന്ന പോലെ അല്ല സ്ത്രീ ചിന്തിക്കുന്നത്. സോ എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും സ്ത്രീകളുടെ സ്വഭാവത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുമ്പോഴേക്കും പലപ്പോഴും ലോകത്തിൻ്റെ അറിവ് വെച്ചിട്ട് നിങ്ങൾ ആ സ്ത്രീയെ ജഡ്ജ് ചെയ്യാണ്. പക്ഷെ സ്ത്രീകളെ വളരെയധികം നിഷ്കളങ്കമായിട്ട് സംസാരിക്കുക ഇടപഴകുകയും ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് ഈ ലോകത്തിൻ്റെ ജഡികമായ പല കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ല. ഇപ്പം വളരെ നിഷ്കളങ്കമായ ഒരു കുടുംബ സാഹചര്യത്തിൽ നിന്ന് അങ്ങനത്തെ സംസാരങ്ങളില്ലാത്ത, അങ്ങനത്തെ മോശമായ കാര്യങ്ങളില്ലാത്ത, ഒന്ന് പ്രണയിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത പെൺകുട്ടികളെ ഇന്നത്തെ കാലത്ത് കുറവാണെന്ന് പറയും, പക്ഷെ എൻ്റെ അറിവിലുണ്ട്. വളരെ നിഷ്കളങ്കമായി വന്ന ആ കുട്ടികളെ ചിലപ്പോൾ അവർ അതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാതെ ആളുകളോടൊക്കെ സ്വതന്ത്രമായിട്ട് ഇടപഴകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അറിവ് വെച്ച് തോന്നുവാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന സ്ത്രീകൾ മോശക്കാരാണ്, അവനവനെ കുറിച്ച് ഉറക്കെ സംസാരിക്കുന്ന സ്ത്രീകൾ മോശക്കാരാണ്. ഇങ്ങനെ ലോകത്തിന്റെ കണ്ണിലൂടെയല്ല നമ്മൾ നിങ്ങളുടെ സ്ത്രീയെ മനസ്സിലാക്കേണ്ടത്. ഔസേപ്പിതാവ് ഒരിക്കലും ലോകത്തിന്റെ കണ്ണിലൂടെ കണ്ടിട്ടില്ല. അത്രയും കർക്കശമായ നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഔസേപ്പിതാവ് ദൈവം പറഞ്ഞതിനെയാണ് ഔസേപ്പിതാവ് നോക്കിയിട്ടുള്ളത്. എനിക്ക് തന്ന സ്ത്രീയാണ്, അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്ന് ദൈവമാണ് എന്നോട് ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത്. അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നാളെ അവൾ ഇനിയും എന്തെങ്കിലുമൊക്കെ ദൈവം അവളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തന്നിട്ടുള്ള സ്ത്രീയാണ്, ഞാനാണ് അവളെ സംരക്ഷിക്കേണ്ടത്, ഞാൻ സംരക്ഷിക്കുന്നു. ഔസേപ്പിതാവിനെ പോലെ ഒരു കരുതലിൻ്റെ സ്നേഹം നിങ്ങൾക്കുണ്ടാകണം. എത്ര ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ആണെങ്കിലും ചില സമയങ്ങളിൽ വൈകാരികമായിട്ട് അവർ തളർന്നു പോകും. ആ സമയത്ത് നിങ്ങൾക്ക് അവളെ സംരക്ഷിക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ന്യൂസൊക്കെ കണ്ടാൽ അറിയാം, മെൻ്റൽ അബ്യൂസ് നേരിടുന്ന പുരുഷന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പുറത്തു വരുന്നതേ ഉള്ളൂ. സ്ത്രീകളുടെ കർക്കശമായ സ്വഭാവ പ്രത്യേകതകൾ, അമിതമായ കോപം, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അസൂയ, പരദൂഷണം, കുശുമ്പ്, ഇതെല്ലാം സ്ത്രീകളിൽ അതായത് ഉള്ളതാണ്. പക്ഷെ ഒരു സ്ത്രീ ഒരു വിവേകത്തിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ നിയന്ത്രിച്ചിട്ട് അവൾ വിവേകപരമായ തീരുമാനങ്ങൾ എടുക്കും. ഇമോഷനുകളെക്കാൾ ഉപരി വിവേകത്തെ അവൾ ചൂസ് ചെയ്യുന്ന ഒരു നല്ലൊരു സ്ത്രീയായിട്ട് നമ്മൾ മുന്നോട്ട് വളരേണ്ടതുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയായിട്ട് നമ്മൾ വളരണം. പുരുഷന്
മാനസിക സംഘർഷങ്ങൾ കൊടുക്കുന്ന, അവനെയും എപ്പോഴും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്ത് അവനെ മാനസികമായി തളർത്തുന്ന ഒരു അബ്യൂസീവായിട്ടുള്ള പാർട്ട്ണറായിട്ട് സ്ത്രീകളും മാറാനായിട്ട് പാടില്ല. സോ ഏത് കാലഘട്ടം വന്നാലും ദാമ്പത്യം എന്ന വിഷയത്തെക്കുറിച്ച് എത്ര വുമൺ എംപവർമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സമൂഹത്തിൽ എത്രയധികം വ്യാപിച്ചാലും, എത്രയധികം സ്ത്രീകൾ ശക്തരായ പൊസിഷനുകളിലേക്ക് വന്നാലും, അവരെത്ര വളർന്നാലും ഔസേപ്പിതാവിനെ പോലെ ഒരു പാർട്ട്ണർ അവർക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഔസേപ്പിതാവിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഏത് കാലത്തും നമുക്ക് എടുത്തു പഠിക്കാവുന്നതാണ്. അവളെ ഇൻഡിവിജ്വലായിട്ട് ജീവിക്കാൻ അനുവദിക്കുകയും അവളുടെ കഴിവുകളും സാധ്യതകളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് തന്നെ പിന്തുടരാൻ പറയാതിരിക്കുകയും അവളെ ശക്തയായി നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഒരു പുരുഷനായിരുന്നു ഔസേപ്പിതാവ്. പരിശുദ്ധ അമ്മയും കംപ്ലീറ്റ് ആയിട്ട് ദൈവം തനിക്ക് തന്ന പുരുഷനിൽ വിശ്വസിക്കുകയും ഒരിക്കലും ഒരു ഡിസ്റെസ്പെക്റ്റ് പുരുഷന് കൊടുക്കാതിരിക്കുകയും തൻ്റെ ദാമ്പത്യത്തിൻ്റെ മഹത്വം എല്ലാ കാലത്തും നിലനിർത്തുകയും ചെയ്ത ഒരാളായിരുന്നു പരിശുദ്ധ അമ്മ. എനിക്ക് പ്രത്യേകമായൊരു വിളിയുള്ളത് കൊണ്ട്, അതായത് ചില സ്ത്രീകളിൽ ഇൻഡിപെൻഡൻ്റ് ആകുന്നു എന്നറിയുമ്പോൾ പുരുഷനെ തരം താഴ്ത്തുന്ന, അതൊന്നുമല്ലല്ലോ ഫെമിനിസം, അതൊന്നുമല്ല സ്ത്രീ ശാക്തീകരണം. നല്ല ഒരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ നല്ല സ്ത്രീ ശക്തികളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സ്ത്രീ പുരുഷനെ റെസ്പെക്റ്റ് ചെയ്യും. മോശം പുരുഷന്മാരെ കുറിച്ച് മാത്രമേ അവർ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാ പുരുഷന്മാരും മോശമല്ലെന്നുള്ള കാഴ്ചപ്പാട് കൃത്യമായ വിവേകമുള്ള ഒരു സ്ത്രീക്കുണ്ട്. എനിക്കറിയാം എല്ലാ പുരുഷന്മാരും മോശക്കാരൊന്നുമല്ല, വിവേകമുള്ളവരുണ്ട്, സ്ത്രീയെ റെസ്പെക്ട് ചെയ്യാൻ അറിയുന്നവരുണ്ട്, സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കാൻ അറിയുന്നവരുണ്ട്, സ്ത്രീ രചനകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. സോ സ്ത്രീയെ വർണ്ണിച്ചെഴുതുന്ന എത്രയോ എഴുത്തുകാരുണ്ട്, സ്ത്രീയെ ഒരു വലിയൊരു ദേവിയെ പോലെയൊക്കെ കാണുന്നവരുണ്ട്. അത്രയൊന്നും ആവശ്യമില്ലെങ്കിലും സ്ത്രീയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാരും നമുക്കിടയിലുണ്ട്. സോ സ്ത്രീ ശാക്തീകരണം എന്ന ഏറ്റവും ശക്തിയായ ഒരു സ്ത്രീയാണ് പരിശുദ്ധമ്മ. അമ്മ ഒരിക്കലും ഔസേപ്പിതാവിനെ റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നില്ല. സാധാരണ ഒരു മനുഷ്യനല്ലേ, ഞാനിവിടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീയല്ലേ, എൻ്റെ കൂടെ കൂടാനല്ല പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ എന്നെക്കാളും താഴെയാണ്. ഒരിക്കലും അമ്മ എവിടെയും ഔസേപ്പിതാവിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് കാണാൻ അവരുമായിട്ടുള്ള സുവിശേഷ ഭാഗങ്ങൾ ചിലപ്പോൾ കുറവായിരിക്കാം, പക്ഷെ ഒന്നോ രണ്ടോ വേർഡിനുള്ളിൽ തന്നെ ആ ബന്ധത്തിൻ്റെ ആഴം ബൈബിളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഞാനും കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ട മേഖലകളുണ്ട്. ഞാനും ഔസേപ്പിതാവിനും മാറിയത്തെയും കുറിച്ച് ധ്യാനിച്ചപ്പോഴാണ് എൻ്റെ ദാമ്പത്യത്തിൽ ഞാൻ കുറേ അധികം പഠിക്കാനും ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നത്. നാളെ വുമൻസ് ഡേ ആണ്, ഈ മാസം ഔസേപ്പിതാവിൻ്റെ മാസം കൂടെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ കാലഘട്ടം, നമ്മൾ പ്രാർത്ഥനയുടെ ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സാത്താൻ വിവാഹത്തെ, ദാമ്പത്യത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഈ ഔസേപ്പിതാവിനെയും മറിയത്തിനെയും നമുക്ക് ഹൃദയത്തിൽ കൊണ്ട് നടക്കാം. എങ്ങനെ ഒരു ശക്തിയായ സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എങ്ങനെ തുണയായിരിക്കണമെന്ന് ഔസേപ്പിതാവിൽ നിന്നും, ഒരു പുരുഷനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് മറിയത്തിൽ നിന്നും നമുക്ക് പഠിക്കാം. ദാമ്പത്യത്തിൻ്റെ എത്ര പൈശാചികമായ പ്രശ്നങ്ങൾ, എത്ര പൈശാചിക ലോകം നമ്മുടെ ദാമ്പത്യത്തിനെതിരെ നിന്നാലും ഇവരുടെ രണ്ടുപേരുടെയും മധ്യസ്ഥ ശക്തി അല്ലെങ്കിൽ ഇവരുടെ മാതൃക സ്വന്തമാക്കിക്കൊണ്ട് നല്ല ഒരു കുടുംബജീവിതം നയിക്കാനും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ദമ്പതികളായിരിക്കാനും നമുക്ക് ശ്രമിക്കാം. കഴിഞ്ഞു പോയതെല്ലാം മറന്നുകൊണ്ട്, തെറ്റിപ്പോയതെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് ഇനിയും തുടങ്ങാം. ഇന്ന് മുതൽ വീണ്ടും ഒരു ദാമ്പത്യം ജീവിച്ചു തുടങ്ങാം എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നമ്മളുടെ തലയിൽ കാലാകാലങ്ങളായി കിടക്കുന്ന ചിന്തകൾ തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ അത് തിരുത്തുക. അവരും ഇവരും പോകുന്ന പോലെ തന്നെ ഞാനും പോകണമെന്ന്, വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ്, ഇതിങ്ങനെ പോകട്ടെ എന്നൊന്നും കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് നിങ്ങളുടെ ചിന്താരീതികൾ പുതുക്കി പണിയുക. എംപവേർഡ് ആയ ഒരു സ്ത്രീ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പഠിക്കുക. ഒരു പുരുഷൻ ഒരു കാരണവശാലും ഡിസ്റെസ്പെക്റ്റുകൾ അർഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. നല്ല ദാമ്പത്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ആമേൻ.